വണക്കം, ദിസ് ഇസ് ട്രാവ്ക. പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും എൻ്റെ കൂടെ പഠിച്ച കുറച്ച് കോളേജ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വർക്കല ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വന്നതാണ്. വർക്കല നമ്മുടെ പുരാവിട എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയിലാണ് സ്റ്റേ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു 9 പേരുണ്ട്. അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടി നോക്കി വന്നപ്പോൾ പുരാവിടയിൽ ഞാൻ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ പുരാവിടയിൽ വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുരാവിടയിൽ നമ്മളിത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൂമെല്ലാം ചെക്ക് ഇൻ ചെയ്യാൻ പ്രോസസ്സെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ റൂമൊന്ന് പോയി കാണാം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയും സബ്സ്ക്രൈബ് ചെയ്യാതോടൊപ്പം ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. സ്റ്റേ ട്യൂൺ. ലെറ്റ്സ് ഗോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പുരാവിടയിലെ റൂം. ജസ്റ്റ് റൂമൊന്ന് കാണാം. ഒരു വലിയ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡുണ്ട്, പിന്നെ ഒരു വിൻഡോ, ഒരു ചെറിയ റെഫ്രിജറേറ്റർ, TV, പിന്നെ ഒരു ചെറിയ സോഫ ടേബിൾ ഉണ്ട്, പിന്നെ ഒരു അലമാരയുണ്ട്, പിന്നെ ഒരു വലിയ മിററുണ്ട്. ഇതാണ് വാഷ്റൂം വരുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള നല്ലൊരു വാഷ്റൂമാണ്. നല്ല റൂമാണ്, സ്റ്റാൻഡേർഡ് റൂമാണ്. അപ്പോൾ നമുക്ക് റൂമിൽ നിന്ന് ചെറിയൊരു ബാൽക്കണി ഉണ്ട്, പുറത്തോട്ടിറങ്ങാനായിട്ട് ബാൽക്കണി. കൈൻഡ് ഓഫ് ഒരു സീ വ്യൂ പോലെ തന്നെ കാണാം. ഇതൊരു ബാൽക്കണിയാണ്, കൊള്ളാല്ലേ, നല്ലൊരു ബാൽക്കണിയാണ്. ഇവിടെയും ഒരു ചെയർ, ചൂരലിൻ്റെ ഒരു 2 ചെയർസും ഒരു ടേബിളും ഉണ്ട്. ഇവിടെ നേരെ നോക്കിയാൽ നമുക്ക് ബീച്ചാണ് കാണുന്നത്. അത്യാവശ്യം നല്ല റൂമാണ് പുരാവിടയിൽ. അപ്പം ഇനി പുരാവിടയൊക്കെ ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്യാം. ലെറ്റ്സ് ഗോ. അപ്പം ഞാൻ ഈ പുരാവിട എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കംപ്ലീറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചു തരാം. എൻ്റെ പുറകെ കാണുന്നതെല്ലാം അവരുടെ റൂംസാണ്. ഇതാണ് ഞങ്ങളുടെ റൂം. ഇങ്ങനെ 3 താഴത്തെ ഗ്രൗണ്ട് ഫ്ലോർ റൂംസാണ് ഞങ്ങൾ എല്ലാവരും കൂടെ എടുത്തേക്കുന്നത്. ഇതാണ് മൊത്തം എന്താ പറയുക അവരുടെ റൂംസ് വരുന്നത്. ഈ വരുന്ന അവരുടെ റിസപ്ഷൻ ഏരിയ ആണ് കേട്ടോ. അത്യാവശ്യം വണ്ടി പാർക്കുള്ള ആമ്പിൾ പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട്. എന്താ പുരാവിട ഇത് അവരുടെ ഒരു റിസപ്ഷൻ ഏരിയ ആണ് കേട്ടോ. ഞങ്ങൾ വണ്ടിയുടെ പാർക്ക് ചെയ്തു. പിന്നെ ഇതാ ഇവിടുന്ന് ഒരു കൈൻഡ് ഓഫ് ഇൻഫിനിറ്റി എന്ന് തോന്നിക്കുന്ന ഒരു പൂളാണ് കേട്ടോ. നല്ല പൂളാണ്. ഇതാണ് അത്യാവശ്യം നല്ലൊരു പൂളാണ്. ഇത് വലിയവർക്കുള്ള പൂളാണ്. അതോടൊപ്പം കിഡ്സിന് കളിക്കാനും ഒരു പൂളുണ്ട്. പിന്നെ അവിടെ എന്തോ പണി നടക്കുന്നത്, എനിക്ക് തോന്നുന്നു വല്ല റെസ്റ്റോറൻ്റൊക്കെ ആയിരിക്കണം, നല്ല സീ ഫേസ് റെസ്റ്റോറൻ്റൊക്കെ. പക്ഷെ നല്ല രസമുള്ള പ്രോപ്പർട്ടിയാണ് കേട്ടോ. നമുക്ക് കടലിങ്ങനെ നേരെ ആസ്വദിക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ്. നമുക്ക് മേലത്തെ ബാൽക്കണി റൂമിൽ നിന്ന് തന്നെ നേരെ കടൽ കാണാം. ഇതാണ് കിഡ്സ് പൂള്. അപ്പോൾ ഫാമിലിയായിട്ട് വന്നാൽ കുട്ടികൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് കേട്ടോ. അതാ കിഡ്സ് പൂളൊക്കെ ഇഷ്ടപ്പെടാത്ത കുട്ടികളൊന്നുമില്ല അല്ലേ. പൂളൊക്കെ ഐ ലവ് പുരാവിട. കണ്ടോ എന്ത് രസമല്ലേ. രാവിലെ ഒരു പ്രത്യേക രസമാണ്. കാര്യം സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരികയാണ്. അതോടൊപ്പം ആ കടലിരമ്പെന്ന് ഇങ്ങനെ ഒരു ശബ്ദവും ഒരു ചെറിയ കാറ്റൊക്കെ ഉണ്ട്. കടൽ നോക്കിയിരിക്കാൻ തന്നെ എന്ത് രസമല്ലേ. അപ്പോൾ അതേപോലെ കടൽ നോക്കിയിരിക്കാനായിട്ട് ഇവിടെ ഒരു കുറച്ച് ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ബെഞ്ചിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ആ ഒരു കടലിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കാം. അതോടൊപ്പം ഇങ്ങനെ ഒരു സീ ഫേസ് ആയിട്ട് ഇവിടെ അവർക്കൊരു ചെറിയ റെസ്റ്റോറൻ്റ് ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം കേട്ടോ. കൊള്ളാം, അടിപൊളി. എൻ്റെ ഇഷ്ടം കാറ്റ്കസ് ഒക്കെ നട്ടിട്ടുണ്ട്. അതായത് അവരുടെ ഒരു റെസ്റ്റോറൻ്റാണ്. നമുക്കിവിടെ സ്റ്റേ ചെയ്യുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. അതല്ല ലഞ്ചോ ഡിന്നറൊക്കെ വേണമെങ്കിൽ ഇവിടെ പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാവുന്നതാണ്. ഇതവരുടെ ഒരു കുഞ്ഞ് റെസ്റ്റോറൻ്റാണ്. പക്ഷേ നല്ല റെസ്റ്റോറൻ്റാണ് കേട്ടോ. അത്യാവശ്യം സീറ്റിംഗ് സ്പേസ് ഒക്കെ ഉള്ള റെസ്റ്റോറൻ്റാണ്. എന്താ ഇവിടെ ഇരുന്നാൽ നമുക്ക് ഇങ്ങനെ കടൽ കാണാം. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഇതേപോലൊരു ഏരിയ ഉണ്ട്. നമുക്ക് അവിടെ പോയി ഫോട്ടോ ഒക്കെ എടുക്കാം, നല്ല രസമാണ്. പക്ഷെ അവരിപ്പോൾ കയറ് ക്ലോസ് ചെയ്തതിൻ്റെ കാര്യം, ഈ ഇടയ്ക്ക് ഇവിടെ ക്ലിഫൊക്കെ ഒന്ന് ഇടിഞ്ഞായിരുന്നു വർക്കലൊക്കെ. അപ്പോൾ അതുകൊണ്ട് അവർ ഇത് ക്ലിഫിലായിരിക്കുന്നത്. അപ്പോൾ ആ ക്ലിഫ് അവരങ്ങ് ക്ലോസ് ചെയ്ത് കൊണ്ട് ഇങ്ങനെ കയറ് കെട്ടി തൽക്കാലം ക്ലോസ് ചെയ്തേക്കാണ്. കാരണം ഇൻ കേസ് അതുപോലെ പൊളിഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. വളരെ അതേപോലെ അവിടെയുണ്ട് ഈ സൈഡുകളിൽ. അതായത് നമ്മൾ ഈ നിൽക്കുന്ന പ്രോപ്പർട്ടിയുടെ അപ്പുറത്തൊക്കെ തന്നെയാണ്. അപ്പുറത്ത് ഒരുപാട് റിസോർട്ടുണ്ട്. അപ്പുറത്താണ് ക്ലിഫ്, നമ്മുടെ എലിക്സർ ഉണ്ട്, വില്ല ലൂക്കയുണ്ട്, നിബോ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഈ ഒരു ഏരിയ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ. ഊഞ്ഞാലൊക്കെ ആടണമെങ്കിൽ അതിവിടെ നമുക്കൊരു ഹാമൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ രാവിലെ വെയിലില്ലാത്തതുകൊണ്ട് തണലാണ്, നമുക്ക് ഹാമക്കൊക്കെ കിടന്നാടാം. ഫുൾ പച്ചപ്പാണ്. നോക്കി എന്ത് രസമല്ലേ. ഓക്കെ, കൊള്ളാം, അടിപൊളി പ്രോപ്പർട്ടിയാണ് കേട്ടോ. അപ്പോൾ വർക്കലേക്ക് വരികയാണെങ്കിൽ ഒരു ബഡ്ജറ്റ് ഫ്രീ ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഈ പുരാവിട കേട്ടോ. ഞങ്ങൾ ആക്ച്വലി 9 പേരുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറൊക്കെ ചെയ്താണ് കിടന്നത്. എക്സ്ട്രാ ബെഡിന് 1000 rupees. അതല്ലാതെ റൂമിൻ്റെ താരിഫ് ഞാൻ നോക്കിയിട്ടൊന്ന് പറഞ്ഞുതരാം. പിന്നെ പ്ലേ ഏരിയാസില്ല, എനിക്ക് തോന്നി ഇവിടെ ഒരു ഇൻഡോർ പ്ലേ ഏരിയ അല്ലെങ്കിൽ ഔട്ട്ഡോർ പ്ലേ ഏരിയ, അങ്ങനെ ഒരു പ്ലേ ഏരിയ ഇല്ല.
ഇപ്പം എന്താ പറയുക, ഇപ്പം ഒരുപാട് പേരൊക്കെ ആയിട്ട് ചിലവർ പ്ലേ ഏരിയ ഒക്കെ നോക്കി ചൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു പ്ലേ ഏരിയ ഇവിടെ ഇല്ല. പിന്നെ ഇപ്പോൾ ഈ ക്ലിഫ് ഇടിഞ്ഞ് കിടക്കുന്നതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ക്ലിഫിൻ്റെ അവിടെ നിന്ന് നമുക്ക് ബീച്ച് ആക്സസ് ഉണ്ടായേനെ. അത് നല്ല രസമാണ് കേട്ടോ. മുമ്പ് ഞാൻ ഈ ക്ലിഫിൽ സൈഡിൽ നിൽക്കുന്ന പ്രോപ്പർട്ടികളിലൊക്കെ താമസിക്കുമ്പോൾ നമുക്ക് വൈകുന്നേരം ഒക്കെ ഈ സൈഡിൽ കൂടെ ഇറങ്ങി, ക്ലിഫിൽ കൂടെ ഇറങ്ങി നമുക്ക് ബീച്ചിൽ പോകാമായിരുന്നു, ബീച്ച് ആക്സസ് പോകുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ബീച്ചിൽ പോകാം. ഇവിടെ നിന്ന് ഇങ്ങനെ വണ്ടി എടുത്ത് കറങ്ങി 1 കിലോമീറ്റർ അങ്ങ് പോയിട്ട് അവിടെ നിന്ന് ബീച്ച് ആക്സസ് ചെയ്യാം. പക്ഷേ കുറച്ച് ദൂരമായിട്ടാണ് പോകാത്തത്. അല്ലെങ്കിൽ നമുക്ക് ഈ ക്ലിഫിൻ്റെ ഇവിടെ നിന്ന് തന്നെ ഇറങ്ങി ബീച്ച് ആക്സസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ പ്രോപ്പർട്ടീസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇപ്പം ഫ്രണ്ട്സായിട്ടായാലും ഫാമിലി ആയിട്ടൊക്കെ വരാനായിട്ട് നല്ലൊരു കുഞ്ഞൊരു ക്യൂട്ട് പ്രോപ്പർട്ടിയാണ് പുരാവിട. അപ്പോൾ ഇതാണ് നമ്മുടെ പുരാവിട എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കേട്ടോ. നല്ല രസമുള്ളൊരു ക്യൂട്ട് പ്രോപ്പർട്ടിയാണ്, ഒരു കുഞ്ഞ് ക്യൂട്ട് പ്രോപ്പർട്ടിയാണ്. നമ്മുടെ നല്ലൊരു വലിയ പൂളും ഉണ്ട്, അതോടൊപ്പം കിഡ്സ് പൂളും ഒക്കെ ഉള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഈ പുരാവിട എന്ന് പറയുന്ന പ്രോപ്പർട്ടി കേട്ടോ. അപ്പോൾ നിങ്ങളും എന്താ പറയുക, വർക്കിലൊക്കെ പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ, സ്റ്റേ ചെയ്യാനൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഈ പുരാവിട എന്ന് പറഞ്ഞാൽ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ പുരാവിടയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഒരു ഫാമിലിയായിട്ട് വന്നാലും അല്ലെങ്കിൽ പയ്യന്മാരായിട്ട് വന്നാലും ഒരേപോലെ അടിച്ചു പൊളിക്കാൻ പറ്റുന്ന നല്ലൊരു ക്യൂട്ട് പ്രോപ്പർട്ടിയാണ് ഈ വർക്കല ക്ലിഫിൻ്റെ അവിടെയുള്ള പുരാവിട എന്ന പ്രോപ്പർട്ടി. ഇതിൻ്റെ താരിഫ് വരുന്നത് സ്വീറ്റ് റൂം 7,000 ആണ്. അതൊരു ഓഷ്യൻ വ്യൂ ആണ്. പിന്നെ ഡീലക്സ് റൂമുണ്ട്, സ്റ്റാൻഡേർഡ് റൂമൊക്കെ ഉണ്ട്. ഞങ്ങളെ എടുത്തേക്കുന്ന സ്വീറ്റ് റൂമാണ്. എക്സ്ട്രാ ബെഡ് ഒരു പ്രൊവൈഡ് ചെയ്യും, അത് 1,000 ആണ് എക്സ്ട്രാ ബെഡിന്. അപ്പോൾ വർക്കല പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ നല്ലൊരു പ്രോപ്പർട്ടിയാണ് പുരാവിട. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, അതോടൊപ്പം ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. സ്റ്റേ ട്യൂൺഡ്. ബൈ.